അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ഈ പ്രഭാത ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ കാണിച്ചു വയ്ക്കുക. ഇതിനും വലിയൊരു അനുഗ്രഹവും ഒരു അഭിഷേകവുമായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ജീവിതങ്ങളെയും ഇവിടുന്ന് സ്പർശിക്കണമേ. എല്ലാ തിന്മകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഈ സമയം തന്നെ ഓരോ ജീവിതവും വലിയ കൃപ കൊണ്ട് നിറയട്ടെ. വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഈ നിമിഷം തന്നെ ഓരോ കുടുംബത്തെയും ഓരോ ജീവിതത്തെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ഇതിനും പ്രത്യേകമായി ഓ നല്ല ദൈവമേ, തിരുവസ്തു രൂപ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നത് യെരമീയ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വചനത്തിൻ്റെ 2-ാം ഭാഗത്തെ അഭിഷേകം. തിരുവചനം 2-ാം ഭാഗം ഇപ്രകാരമാണ് പറയുക: എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവം നമ്മോട് ഈ പ്രഭാതത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാ: നിന്റെ ദൈവമായ കർത്താവായ എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? പലപ്പോഴും ചിന്തിച്ചു പോയിട്ടില്ലേ, ഈ കാര്യം ദൈവത്തിന് സാധിച്ചു തരാൻ സാധിക്കുമോ? അനേക നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ, ചില മേഖല അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ, ദൈവത്തിന് ഇത് സാധിച്ചു തരാൻ സാധിക്കില്ല എന്നൊരു ചിന്ത ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കുണ്ടെങ്കിൽ ഈ വചനാഭിഷേകം നിറയുമ്പോൾ ആ ചിന്ത മാറിപ്പോവുകയും ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം: മകനെ, മകളെ, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഓ ദൈവമേ, തിരുവോസ്തുരൂപ തിരിച്ചറിയുന്നു, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല ദൈവമേ. അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങേക്കെല്ലാം സാധ്യമാണ് ദൈവമേ. ഈ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ, ഈ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ല, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ഈ തിരിച്ചറിവും ഈ വിശ്വാസവും ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ, യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, 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 ആരാധന, യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
അങ്ങേക്കാരാധന. എൻ്റെ പേര് ട്രിസ സെവി. ഞാൻ അഞ്ചിരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഡൽഹിയിൽ. 9 വർഷമായി ഞാൻ ഓരോ വർഷവും വന്നുകൊണ്ടേയിരുന്നു വിവാഹത്തിന് വേണ്ടി. പക്ഷേ പല തടസ്സങ്ങളുമായതിനുകൊണ്ട് വിവാഹം നേടുന്നില്ല. 2 വിവാഹം ഉറപ്പിക്കുകയും അത് വീണ്ടും മാറിപ്പോവുകയും ചെയ്തു. 2ാമത്തെ വിവാഹത്തിൽ അവർ പറഞ്ഞു ഇനി ഡൽഹിക്ക് വിടുന്നില്ല, റിസൈൻ ചെയ്ത് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് പോയി തിരിച്ചു പോന്നു. എന്നിട്ടും എനിക്ക് ആ വിവാഹം നടന്നില്ല. അപ്പോഴെൻ്റെ ഇടവകയിൽ ഒരു ചേച്ചി പറഞ്ഞു, ജോർജ് പള്ളിക്കുഞ്ഞേശനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുക, തീർച്ചയായും നടക്കുമെന്ന്. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ നടക്കുമെന്ന്. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ 5-ാം മാസത്തിൽ എൻ്റെ വിവാഹം ഉറപ്പിക്കുകയും ജൂലൈ 15 7-ാം മാസത്തിൽ എൻ്റെ വിവാഹം നടക്കുകയും ചെയ്തു. എനിക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലിക്കാരനെ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. എത്ര അതായത് ഈ വിവാദാടസം എത്ര വർഷമായി എന്നുള്ളത് നമ്മൾ 9 വർഷമായിട്ട് ഞാൻ വരുമായിരുന്നു. 9 വർഷമായ വിവാദാടസമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിനം ഈശോയോടൊപ്പം